എന്നത് ഡ്രൈവിംഗ് സ്കൂളിലെ സാറ് പറഞ്ഞത് നമ്മൾ ആദ്യം കയറിയിട്ട് നമ്മൾ ആദ്യം ഇത് അഡ്ജസ്റ്റ് ആണോ നോക്കണം അല്ലേ? സീറ്റ് അഡ്ജസ്റ്റ് ഇപ്പം ചെറിയ കാറായതുകൊണ്ട് നമുക്കിത് ഓക്കെയാ. പിന്നെ ഇതിപ്പോൾ ഇത് കാണുന്ന ഡ്രൈവിങ്ങിനും പഠിക്കാൻ പോകുന്നവർക്ക് ഇതൊരു പ്രയോജനമാകട്ടെ എന്ന് വെച്ചിട്ട് നമ്മളിത് ഷൂട്ട് ചെയ്യാൻ പോവാണ്. അതുപോലെ തന്നെ ഗൈസ്, നീ എത്ര ദിവസം പോയി ഡ്രൈവിംഗ് പഠിക്കാൻ? ഞാൻ ആകെ 5 ദിവസമേ പോയുള്ളൂ. കാരണം എൻ്റെ ടെസ്റ്റിൻ്റെ ഡേറ്റ് വരാഞ്ഞുകൊണ്ട് ഇതും ക്ലാസ് ഒന്നും ആയിട്ടില്ല. അതുകൊണ്ട് ഞാൻ ഒരു സ്കിൽഡ് ഡ്രൈവർ ആയിട്ടില്ല. അപ്പോൾ ഇത് നമ്മളിങ്ങനെ ഇടുന്നു. ഇതിട്ടായിട്ട് നമ്മൾ ആദ്യം നോക്കേണ്ടത് ഇതിങ്ങനെ ആക്കുമ്പോൾ എന്തുവാ ന്യൂട്രലാണ്. ക്ലച്ച് ഫുള്ളി ഔട്ടി. ഇത് കണ്ടോ, ഇത് ഇങ്ങനെ നടന്ന് കുലുങ്ങുമ്പോ വണ്ണ് എല്ലാ കാരണവും ഇങ്ങനെ നോക്കുമ്പോ ഇങ്ങനെ നടന്ന് കുലുങ്ങുമ്പോ അത് ന്യൂട്രലാ. ഫസ്റ്റ് എന്ന് പറയുന്നത് ഇവിടുന്ന് കുറച്ച് ലെഫ്റ്റിലോട്ട് ഇട്ടിട്ട് മേലോട്ട് വൺ. വീണെന്ന് നമ്മൾ എങ്ങനെ അറിയും? അതിനെന്തെങ്കിലും ഇതുണ്ടോ? ഇല്ല, നമുക്കൊരു കൈ കിട്ടി ഡ്രൈവിംഗ് സ്കൂളിൽ പോകുമ്പോഴേ ക്ലച്ച് ഔട്ടേക്കല്ലേ, ക്ലച്ച് ഔട്ടേക്ക് എപ്പോഴും ഗിയർ ഇടാവുള്ളൂ. 1 2 എന്ന് പറയുമ്പോഴേ തിരിച്ച് വീണ്ടും ന്യൂട്രൽ. അല്ല, ഞാൻ പിടിക്കാം, ഞാൻ ചെയ്തുതരാം. നീ ലൂസ് ആക്കായി. 1 ഈ ഒരു ആംഗിളിൽ നിന്ന് തന്നെ ഈ ഇടത്തോട്ടൊരു ഒടിവ് ഓടിച്ചോണ്ട് തന്നെ 2 നേരെ ന്യൂട്രൽ ആക്കുന്ന എങ്ങനെയാ? അടുക്ക് വരെ കൊണ്ടുവരണം. എന്നിട്ട് കുലുക്കി നോക്കണം. അപ്പോഴേ ന്യൂട്രൽ ആവും. ന്യൂട്രൽ ആയിട്ടേ 2 3 4 അല്ല, ന്യൂട്രൽ ആക്കരുത്. പിന്നെ വണ്ടി ഓടിക്കൊണ്ടിരിക്കും, പിന്നെ ന്യൂട്രൽ ആവരുത്. ജസ്റ്റ് ഇതിനോട് പറഞ്ഞതേ ഉള്ളൂ. ഇപ്പം 1 1 ഇട്ടേ 1 അത്രയും ബലം പിടിക്കണ്ട, 1 അങ്ങ് ഇട്ടാൽ മതി. വന്നിട്ട് 3 അറിയാൻ പറ്റുന്നില്ല. 4 എന്ന് പറയുമ്പം അതായത് ഇത് 1 ഇത് 1 ഇത് 2 ഇത് 3 ഇത് 4 ഇത് 5 5ന്റെ നേരെ 1 ഇടത്തോടെ ഇങ്ങോട്ട് ഓടിച്ചെങ്കിൽ 5 ആദ്യം തൊട്ട് ഇപ്പൊ നമ്മൾ ചെയ്യുമ്പം ക്ലച്ച്, എന്നിട്ട് ബ്രേക്ക്, എന്നിട്ട് വണ്ടി സ്റ്റാർട്ട് ന്യൂട്രലാണ് നോക്കണം. വണ്ടി കുതിക്കും. ആണോ? യോ എന്നിട്ടാ ഇപ്പൊ ഞാൻ ഇടാൻ പോവാ. സ്റ്റാർട്ടായി. എന്നിട്ട് ഞാൻ എന്തിനാ വിടണ്ടേ? ഇനി ഫസ്റ്റ് ഇട്, കാലൊന്നിനും വിടരുത്. ഫസ്റ്റ് ഇട്. അതിന് ശേഷം ക്ലച്ച് പതുക്കെ, എന്നിട്ട് ബ്രേക്ക് ചെയ്യാനുള്ള കാല് മാറി ആക്സിലേറ്റർ വിടുക. എന്നിട്ട് ക്ലച്ച് പതുക്കെ റിലീസ് ചെയ്യട്ടെ. പതുക്കെ റിലീസ് ചെയ്യണം. തിരിച്ച് ന്യൂട്രൽ. എടാ അതെ, ഇപ്പൊ ഞാൻ പെട്ടെന്ന് ക്ലച്ച് ചെയ്ത് കാലെടുത്തോണ്ടാണ് പതുക്കെ കാലെടുക്കുക. പതുക്കെ റിലീസ് ചെയ്യണം. പതുക്കെ റിലീസ് ചെയ്തിട്ട് ആക്സിലേറ്റർ ക്ലച്ചിൽ നിന്ന് കാല് റിലീസ് ആകുമ്പോൾ ആക്സിലേറ്റർ കാല് അമർത്തണം. ന്യൂട്രലാണോ? ന്യൂട്രലാ. അപ്പൊ ഞാൻ ക്ലച്ച് ചവിട്ടി അല്ല ആദ്യം സ്റ്റാർട്ട് ചെയ്തു. എന്നിട്ട് ഫസ്റ്റ് ഇടും. ക്ലച്ച് ആകുമ്പോൾ ഫസ്റ്റ് ഇട്ടു. എന്നിട്ട് ക്ലച്ച് ചെയ്യുന്ന പതുക്കെ കാല് ആക്സിലേറ്റർ പതുക്കെ കാല് കൂട്ടുക. പതുക്കെ കാലെടുത്തിട്ട് അപ്പൊ ഇനിയിപ്പോ എനിക്ക് വണ്ടി നേരെ ഓടിച്ചു. അല്ല, വണ്ടി ഇപ്പൊ എനിക്ക് നിർത്തണമെങ്കിൽ ഞാൻ എന്തോ ബ്രേക്കേ മാത്രം നിർത്താൻ ഞാൻ പറഞ്ഞുതരാം. ബ്രേക്കെല്ലാം ചവിട്ടിയാൽ മതി. ഇവിടെ വണ്ടി പഠിക്കാൻ വന്നേന്ന് തോന്നുന്നു. ചേച്ചി എനിക്ക് അറിയത്തില്ല. പിന്നെ അത് മനസ്സിലാവുന്നില്ലടാ, അത് ആദ്യം വേണ്ടായിരിക്കും അല്ലേ? ഞാൻ അങ്ങോട്ട് തിരിക്കാം, അല്ല അവിടെ ചെന്നിട്ട് തിരിക്കാം. ആ ഹോണിന്റെ ചിഹ്നം ഉണ്ടല്ലേ ഇതിനകത്ത്, ഈ നേരെ അത് നമ്മൾ നോക്കണം അല്ലേ? ഹോൺ നേരെ ആവുമ്പോ നമ്മുടെ കാർ നേരെയാന്നാ. ഇപ്പൊ ഇങ്ങനെ വന്നു, ഇപ്പൊ നേരെയാണല്ലേ? നമുക്ക് പുറലോകമായിട്ടൊരു ബന്ധം ഉണ്ടല്ലോ. അപ്പൊ നമുക്ക് വേറൊരു വണ്ടി അടുത്തൂടെ പോയാലൊക്കെ നമുക്ക് പേടിയില്ല. പക്ഷെ ഇതിനകത്താവുമ്പോഴേ നമുക്ക് വേറൊരു വണ്ടി വരുമ്പം എന്തുവാ, അയ്യോ ഇത് മുട്ടുവോ, പുറത്തെത്രയും ഈ വണ്ടി പുറത്തെത്രയും കവർ ചെയ്ത് നിൽക്കുന്നൊരു ടെൻഷൻ. മനസ്സിലായോ? വണ്ടി നമ്മളെപ്പോഴും നേരെ നോക്കിയാൽ ഓടിച്ചാൽ മതി. ആണല്ലേ? അവിടെ ചെന്നിട്ട് ഞാൻ തിരിക്കാം. ഇവിടെ വന്ന് എന്തെങ്കിലും പെട്രോണ്ട് ഓടിച്ചു നോക്കിയാൽ മതി അല്ലേ? അമ്മച്ചി എന്തോ കാണിക്ക് വന്നാ ഹരിക്കുട്ടൻ ശ്രീകുട്ടൻ. ഇതിനെന്ന് വെച്ചാൽ നമ്മൾ കണ്ണും കാലും കയ്യും. യോ എനിക്ക് വലിയ ഓട്ടം. യോ ചേട്ടാ നേരെ പോകും. കണ്ണും കാലും കയ്യും എല്ലാം കൂടെ എങ്ങനെ നോക്കൂടാ? മതിയോ? 2 റൗണ്ട് കൂടെ കറക്കിയിട്ട് പോവല്ലേ?
ഗൈസ്, അപ്പോൾ ഞാൻ ഗ്രൗണ്ടിലൊക്കെ ഓടിച്ചിട്ട് തിരിച്ച് എത്തിയിട്ടുണ്ട്. അപ്പം ഇന്നത്തെ പഠിത്തം കഴിഞ്ഞു. അപ്പം നമ്മൾ ഇങ്ങോട്ട് റോഡിൽ കൂടെ ഓടിച്ചുകൊണ്ട് വന്നതുകൊണ്ട് എനിക്ക് എടുക്കാൻ പറ്റിയില്ല ഗൈസ്. അപ്പോൾ ഇനി ഇതിൻ്റെ അപ്ഡേറ്റ്സ് ഞാൻ ഇടുന്നതായിരിക്കും. ബൈ.